ഇന്തോനേഷ്യയിലെ കെഡ്ലി എന്ന വിഭവത്തിൽ നിന്നാണ് നമ്മുടെ ഇഡ്ലി നമുക്ക് കിട്ടുന്നത്. 10-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കന്നഡ ടെക്സ്റ്റായ വദ്ധരഥനയിൽ പറയുന്ന ഇഡ്ഡലികയും സാൻസ്ക്രിറ്റ് ടെക്സ്റ്റായ മാനസോല്ലാസയിൽ പരാമർശിക്കുന്ന ഉഴുന്നും മോരും അരച്ച് വേവിച്ചെടുക്കുന്ന ഇഡ്ഡലികയും നമ്മുടെ ഇഡ്ലിയുടെ പൂർവികരാണ്. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന അരിയും ഉഴുന്നും ഫെർമെന്റ് ചെയ്ത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഇഡ്ലി നമുക്ക് കിട്ടുന്നത് 7-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിലാണ്. ഇന്ത്യയിൽ ഹിന്ദു രാജാക്കന്മാർ വ്യാവസായിക ആവശ്യങ്ങൾക്കും വിവാഹങ്ങൾക്കും മറ്റുമായി നിരന്തരം ഇന്തോനേഷ്യ സന്ദർശിച്ചിരുന്നു. അതുപോലെ ഇന്തോനേഷ്യയിലെ രാജാക്കന്മാർ ഇന്ത്യയിലേക്കും വന്നിരുന്നു. അവരെ അക്കമ്പനി ചെയ്തിരുന്ന പാചകക്കാരിൽ നിന്നാണ് നമുക്ക് കെഡ്ലി എന്ന വിഭവവും ഫെർമെന്റേഷൻ ടെക്നിക്കും സ്റ്റീമിംഗ് ടെക്നിക്കുമെല്ലാം പരിചിതമാകുന്നത്. 17-ാം നൂറ്റാണ്ടിലെ തമിഴ് ടെക്സ്റ്റായ മക്കപുരാണത്തിൽ പരാമർശിക്കുന്ന ഇഡ്ഡലി നമ്മുടെ ഇഡ്ലി തന്നെയാണ്. നമ്മുടെ ഇഡ്ലിക്ക് സിമിലർ ആയ ഒരു സ്നാക്ക് ഗുജറാത്തിലുമുണ്ട്. അതാണ് വൈറ്റ് ധോക്ല, ഇദ്ര എന്നൊക്കെ പറയുന്ന ഇഡഡ. 16-ാം നൂറ്റാണ്ടിലെ ഗുജറാത്ത് ടെക്സ്റ്റായ വർണ്ണക സമുച്ചയിൽ ഈ സ്നാക്കിനെ പറ്റി പറയുന്നുണ്ട്. സൗരാഷ്ട്രയിലെ ട്രേഡേഴ്സും ജെയിംസും സൗത്ത് ഇന്ത്യയിൽ ഈ സ്നാക്ക് പരിചയപ്പെടുത്തിയിരുന്നെന്നും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയതാണ് ഇഡ്ലി എന്നുമാണ് ഗുജറാത്ത് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഡിഷസിനും അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറീസിനും പ്ലീസ് ടു ഫോളോ വിറ്റൽ ടെയിൽസ്.